ഹലോ, ഇന്നൊരു കുട്ടി കാര്യം പറഞ്ഞുതരാം കേട്ടോ. പണ്ട് വിഷുവിന് തലേ ദിവസം, അതായത് സംക്രാന്തിക്ക് അന്ന് ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കാനും പൂത്തിരി കത്തിക്കാനും ആയിരുന്നില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം. പകരം അമ്മ അടുക്കളയിൽ ഉണ്ടാക്കുന്ന നല്ല മുരിഞ്ഞ നെയ്യപ്പവും ആവി പറക്കുന്ന ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു വിഭവമായിരുന്നില്ലല്ലോ നെയ്യപ്പവും ചിക്കൻ കറിയും. അതല്ലെങ്കിൽ പിന്നെ പണ്ട് അമ്മ വീട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പൊതി നിറയെ നെയ്യപ്പവും ഒരു തൂക്കുപാത്രം നിറയെ ചിക്കൻ കറിയും അമ്മമ്മ തന്നയക്കായിരുന്നു. നല്ല ചൂടുള്ള ശർക്കര പാനിയും വറുത്ത തേങ്ങാക്കൊത്തുവിട്ട നെയ്യപ്പത്തിൻ്റെ സ്വാദുണ്ടല്ലോ, ഇപ്പോഴും നാവിന്നും മനസ്സൊന്നും പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ സ്വന്തമായിട്ടൊരു അടുക്കള ഉണ്ടായിട്ടും പണ്ടത്തെ ആ രുചി അങ്ങോട്ട് കിട്ടണില്ലാന്നേ. എന്നാലും എൻ്റെ പൂതി മാറ്റാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിക്കും കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴും ഈ നെയ്യപ്പവും ചിക്കൻ കറി എന്ന് പറയുമ്പോൾ എന്തൊരു വിയേർഡായിട്ടുള്ള കോമ്പിനേഷനായിട്ട് വിചാരിക്കുന്നവരുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂടോ, അടിപൊളി കോമ്പിനേഷനാണ്. ദാ പാറു പിന്നെ പാത്രം പിടിച്ചിരിക്കുന്ന കാണുമ്പോഴേ പണ്ട് ഞാനും ചേച്ചിയും കണ്ണനും കൂടെ അമ്മയ്ക്ക് സൗകര്യം കൊടുക്കാണ്ട് കഴിക്കാനായോ എന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടക്കുന്നതായിട്ട് ഓർമ്മ വരുന്നത്. കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഈ നെയ്യപ്പവും ചിക്കൻ കറി ഉണ്ടല്ലോ, ഞങ്ങൾ മലപ്പുറംകാർക്ക് ഒരു വിഭവം മാത്രമല്ല, അതൊരു വികാരം തന്നെയാണ്. അപ്പം എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളിയാവുന്നേ, അപ്പവും ചിക്കൻ കറിയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ നെയ്യപ്പവും ചിക്കൻ കറിയും വിയേർഡ് കോമ്പിനേഷനാണെന്ന് പറയുന്ന ഫ്രണ്ട്സോ മറ്റാരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് എന്തായാലും ട്രൈ ചെയ്യാൻ പറയാം കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മളെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. ബൈ.